അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളെല്ലാവിധക്കും സഹായിച്ച് 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയൊരാഗ്രഹം, ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ചിട്ടൊരാഗ്രഹം നടത്തി തരണോ? എങ്കിൽ ഈ ഒരു അമല് മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. റബിയുൽ അവൽ 12-ന് മുമ്പ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറാക്കുകയാണെങ്കിൽ എന്ത് തടസ്സമാണോ ആ കാര്യത്തിൽ നിങ്ങൾക്കുള്ളത്, ആ തടസ്സത്തെ മാറ്റിയിട്ട് ഏറ്റവും ഹയറായിട്ടുള്ള രീതിയിൽ ആ ആഗ്രഹത്തെ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. അതിന് എല്ലാവരും അറിഞ്ഞവരൊക്കെ ഒരിക്കലും നടക്കൂല, അത് നീ ചെയ്തിട്ട് കാര്യമില്ല, നീ അതിൽ തോറ്റു പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും റബ്ബ് നിന്നെ ആ ഒരു കാര്യത്തിൽ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അത്രക്കും ഫലമാണ് ഈ ഒരു അമലിന്. ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു സത്യം തന്നെയാണിത്. നിങ്ങൾ ചെയ്ത് നോക്കുക, സത്യം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എങ്കിലുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പൂർണ്ണ വിശ്വാസം വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലീസ്, ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളായിരിക്കാം. അവർക്കൊക്കെ ഈ ഒരു അമലിനെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്നതിലൂടെ അവർ ഈ ഒരു അമൽ ചെയ്തിട്ട് അവർക്കതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ ദുആകളിലൊക്കെ നിങ്ങളെ ഓർക്കുകയും അത് മുഖാന്തരം റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വലിയ നിഅമത്തുകൾ രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹലാലായിട്ടുള്ള മുറാദുകൾ ഈ ഒരു റബിയുൽ അവൽ മാസത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സാധിപ്പിച്ച് തരട്ടെ. ഒരുപാട് ആളുകൾ കണ്ണീരും കൈയായിട്ട് നടക്കാറുണ്ട്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്, ഒരുപാടായി തിരയുന്നു, വിവാഹമൊന്നും ശരിയാകുന്നില്ല, ലീവ് കുറച്ചോളൂ, എല്ലാവർക്കും ഒരുപാട് ഡിമാൻഡ്സാണ്, ഞങ്ങൾക്ക് പറ്റിയൊരു കുട്ടിയെ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, ഈ ലീവൊക്കെ കുറവുള്ള ആളുകൾ, വിവാഹമൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും തടസ്സങ്ങളും മുടക്കങ്ങളും ആണെങ്കിൽ ആത്മാർത്ഥതയോടുകൂടെ ഇന്ന് നല്ലൊരു ദിവസമാണ്, റബിയുൽ അവൽ 12-ന് മുമ്പ് ഞാൻ ഈ കാര്യം ചെയ്യും എന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ഓതി തുടങ്ങിക്കോ. നിങ്ങൾക്ക് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടെ ഈ ഒരു ആയത്തിന്, ഈ ഒരു സൂറത്തിന് ഓതാൻ കഴിയുമോ അത്രയും വേഗത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ കാര്യത്തെ റെഡിയാക്കി തരിക തന്നെ ചെയ്യും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി അതിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് കടമുണ്ട്, ആ കടം വീട്ടണമെങ്കിൽ എൻ്റെ കുറി കിട്ടണം. പക്ഷേ നറുക്കിട്ടെടുക്കുന്ന കുറിയാണ്, കിട്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയമാണ്. ഇത്തരത്തിൽ സംശയിച്ച് നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. അവിടെ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ കുറേയൊക്കെ പഠിച്ചവനോട് പറയും, പിന്നെ എന്ത് കാട്ടും? ആളുകളോട് നമ്മുടെ അല്ലലും വേവലാതി നടന്ന് പറയും അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലൊരു നിയ്യത്ത് കരുതുക. റബ്ബേ, ഈ കുറി എനിക്ക് കിട്ടണം, ഈ കുറി എനിക്ക് കിട്ടിയാലുള്ളൂ എൻ്റെ ഈ ഒരു കടത്തെ എനിക്ക് വീട്ടാൻ പറ്റുക, അർജൻറ്റായിട്ടുള്ളൊരു കാര്യമാണ് റബ്ബേ. അങ്ങനെ ആത്മാർത്ഥതയോടുകൂടെ നിയ്യത്ത് വെക്കുക. അതിനുശേഷം ഇനി ഈ പറയാൻ പോകുന്ന ഒരു സൂറത്തിനെ നിങ്ങൾ ഓതി തുടങ്ങുക. വെറും 3 ദിവസം കൊണ്ട് നിങ്ങൾക്കിത് ഓതി തീർക്കാൻ പറ്റുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ കാര്യത്തിന് ഒരു നടപടി അവിടെ ഉണ്ടാക്കിത്തരും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എപ്പോഴും സങ്കടത്തോടെ കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കിടക്കാനൊരു കൂരല്ല, ഇപ്പോഴും വാടക വീട്ടിലാണ്, ഒരു സ്വസ്ഥതയും സമാധാനമുള്ളൊരു ജീവിതം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഞാൻ ഒരുപാട് നാളായിട്ട് വിദേശത്താണ്, എനിക്ക് എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ ഒക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിനുള്ളൊരു സാഹചര്യത്തിലല്ല ഞാൻ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അത്തരമുള്ള ആളുകൾ മനസ്സ് നാട്ടിലും ശരീരം വിദേശത്തുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ കടം തലക്ക് മേലെ കുന്നുകൂടിയിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു റബിയുൽ അവൽ മാസത്തിൽ നമ്മുടെ മനസ്സിൽ ആരോടൊക്കെ ദേഷ്യമുണ്ടോ, ആരോടൊക്കെ വാശിയുണ്ടോ അതൊക്കെ മാറ്റിയിട്ട് ആത്മാർത്ഥതയോടുകൂടെ ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയതിന് ശേഷം മാത്രം നിങ്ങളൊരു കാര്യം ചെയ്യാം. അത്തരത്തിൽ ആത്മാർത്ഥതയോടുകൂടെ നല്ല മനസ്സോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. നിങ്ങൾ പറയുന്ന കേട്ടിട്ടില്ലേ, എപ്പോഴും എന്തൊരു കാര്യത്തിനാണെങ്കിലും റബ്ബ് ഒരു സമയം കണക്കാക്കിയിട്ടുണ്ടാകും. ആ സമയമാകുമ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ട് ആ ഒരു കാര്യത്തിന് മുമ്പിൽ വന്നാലും അതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നൂല. വളരെ പെട്ടെന്ന് നമുക്ക് ആഗ്രഹം സാധിച്ചു കിട്ടും ചെയ്യും. അപ്പോൾ അതുപോലെ നമുക്കുള്ള സമയം റബ്ബ് സുബ്ഹാനഹു തആല തരും വരെ നമ്മൾ കാത്തിരിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ, ചൊല്ലാൻ പറ്റുന്ന ദിക്റുകൾ,
ഓതാൻ പറ്റുന്ന സൂറത്തുകൾ ഇതൊക്കെ നമ്മൾ ചൊല്ലിയിട്ടും ഓതിയിട്ടും റബ്ബിനോട് ചോദിച്ച് വാങ്ങാം. നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് വീടാണ് ആവശ്യമെങ്കിൽ വീട് വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി റബ്ബേ നീ എനിക്ക് നൽകണേ, അല്ലെങ്കിൽ വീട് വെക്കാനുള്ള വഴി നീ എനിക്ക് കാണിച്ചു തരണേ, അതും അല്ലെങ്കിൽ ഇനി വിവാഹം റെഡിയാക്കണേ, അതും അല്ലെങ്കിൽ ഒരുപാട് നാളായി റബ്ബേ ഒരു മക്കളില്ലാതെ വിഷമിക്കുന്നു, സാലിഹായിട്ടുള്ള ഒരു കുട്ടിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സ് നീറി കഴിയുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഉത്തരം കിട്ടും കേട്ടോ. ആരും ഈ ഒരു അമലിനെ നിസ്സാരമായി കാണണ്ട. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ റബ്ബ് തരുമോ ഇല്ലേ എന്നുള്ള ആ ഒരു സംശയം ഉണ്ടല്ലോ, ആ ഒരു സംശയത്തോടു കൂടെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും അതിന് അത്രത്തോളം വിശ്വാസം എൻ്റെ മനസ്സിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ വിവാഹം റെഡിയായി കിട്ടും. ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വേണം. ആരോടെങ്കിലും ദേഷ്യമോ വാശിയോ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു അമലുകൾ ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് നമ്മുടെ കൽബിലേക്ക് നോക്കൂല, നമ്മുടെ കൽബ് കാണൂല. ഒരുപാട് ആളുകൾ മറ്റുള്ള ആളുകളെ പോലെ ആകണം എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ കോപ്പി അടിച്ച് ജീവിതത്തിൽ പകർത്തി തലക്ക് മേലെ കടം വന്നിട്ട് നമ്മൾ കാരണം വരുത്തി വെച്ചിട്ട് ഇത്തരത്തിൽ ദൂരത്തിലൂടെ കടം വരുത്തി വെച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അത്തരക്കാരാണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് തൗബ തേടുക. പടച്ചവനോട് നിരന്തരം നമ്മൾ ഇസ്തിഗ്ഫാറിനെ ചെയ്തുകൊണ്ടേയിരിക്കുക. എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രത്തോളം നമ്മൾ ഇസ്തിഗ്ഫാറിനെ ചൊല്ലുകയും പൊറുക്കലിനെ തേടുകയും ചെയ്യുക. എന്നിട്ട് ആരോടെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ദേഷ്യമോ വാശിയോ കുശുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നേരെ പടച്ചവനിലേക്ക് തിരിഞ്ഞിരിക്കുക. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള ആവശ്യം എന്താണോ, അതിനിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വീട് വേണം എന്നുള്ളതാണെങ്കിലും, അതുപോലെ തന്നെ നല്ല സ്വാലിഹായിട്ടുള്ള ഒരു മകളെ വേണമെന്നാണെങ്കിലും മകനെ വേണമെന്നാണെങ്കിലും, നല്ലൊരു വിവാഹം റെഡിയായി കിട്ടണം എന്നുള്ളതാണെങ്കിലും, അതുപോലെ തന്നെ മനസ്സമാധാനത്തോടൊന്ന് കടന്നുറങ്ങണം എന്നുള്ളതാണെങ്കിലും, ഒരു ലോഡ് കടമുണ്ട്, ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമായിട്ട് റബ്ബ് സുബ്ഹാനഹു തആല കൊടുത്തു വിടുന്ന ഈ ഒരു അമല് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി അതേതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ വിജയത്തിൻ്റെ സൂറത്ത് എന്നറിയപ്പെടുന്ന ഈ ഒരു സൂറത്ത്, ഇതിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്. നമ്മൾ ഒരിക്കലും കിട്ടൂല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് നിറവേറി കിട്ടും. അതിനി ഭർത്താവിൻ്റെ അടുത്തേക്കൊക്കെ പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ഒരു ദിവസം നിങ്ങൾ 21 വട്ടമാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങൾ 3 ദിവസം തുടർച്ചയായിട്ട് ഓതുക. ഇനി നിങ്ങൾക്ക് ഒരു ദിവസം ഇങ്ങനെ 21 തവണ ചൊല്ലാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ 3 ദിവസം കൊണ്ട് 21 ചെയ്ത് തീർത്താൽ മതി. പക്ഷേ കുറച്ചുകൂടെ ഫലം കിട്ടുന്നത് ഒരു ദിവസം 21 തവണ ചൊല്ലുന്നതിനാണ്. ഇതുപോലെ നിങ്ങൾ 3 ദിവസം തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത്. ആഗ്രഹിച്ച കാര്യം വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ആഗ്രഹത്തിലേക്കുള്ള അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തുറന്നു തരികയും, അതുപോലെ തന്നെ അവൻ്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടുള്ളതും അതുപോലെ തന്നെ നന്മയുടേതും വിജയത്തിൻ്റേതുമായിട്ടുള്ള എല്ലാ വാതിലുകളും റബ്ബ് സുബ്ഹാനഹു തആല തുറന്നു കൊടുക്കുകയും ചെയ്യും. കേസുകളിൽ പെട്ട് കിടക്കുന്നവർ, ജയിലുകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഒന്ന് നടന്നു കിട്ടണം എന്ന് നിയ്യത്താക്കിയിട്ട് ഇപ്പം തന്നെ നിങ്ങളിത് ചെയ്ത് തുടങ്ങിക്കോ. എത്ര വലിയ ആഗ്രഹമാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആല അത് സാധിപ്പിച്ചു തരും. ഇപ്പോൾ ഈ പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടി നടക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, എക്സാം ഒന്നും പാസ്സാകാത്ത ആളുകൾ, അവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ജോലിയുടെ CV ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളൊന്നും വരാത്ത ആളുകൾക്കും ഇത്തരത്തിൽ ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒക്കെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതും ഈ ഒരു റബീഉൽ അവൽ 12ൻ്റെ ഉള്ളിലായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രത്തും നല്ലത്. ഇനി നിങ്ങൾ ഈ ഒരു റബീഉൽ അവൽ മാസത്തിൻ്റെ ഈ ഒരു അവസാനം വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിലേത് ദിവസവും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു റബീഉൽ അവൽ 12ൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് ഈ ഒരു ദിവസങ്ങൾ അത്രത്തോളം പവിത്രമായിട്ടുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു റബീഉൽ അവൽ 12ൻ്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. വിജയത്തിൻ്റെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ ഫത്ഹ് ആണ് നിങ്ങൾ ചൊല്ലേണ്ടത്. 3 ദിവസം 21 തവണ വീതം ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലുക. ഇല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് 21 തവണ ചൊല്ലുക. ഒരു ദിവസം 21 വീതം 3
ദിവസം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചൊല്ലാം. അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ കുറച്ചീച്ച ചൊല്ലിയിട്ട് 21 3 ദിവസം കൊണ്ടാക്കിയാലും മതി. നിങ്ങൾക്ക് കഴിയുന്ന പോലെ ചൊല്ലാം. ഇനി 5 ദിവസം കൊണ്ട് ഈ ഒരു 21നെ ചൊല്ലി തീർക്കുന്ന ആളുകളുണ്ട്. 7 ദിവസം കൊണ്ട് ഇതിനെ ചൊല്ലി തീർക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്നാവണമെങ്കിൽ 3 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നവരൊക്കെ ശ്രമിക്കാം. അപ്പോൾ ഇത് പ്രബലമായിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആരും ഇത് നുണയാണ് അല്ലെങ്കിൽ ഇത് കള്ളമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കമൻ്റ് ഇടാൻ വരണ്ട. നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ തെറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നല്ലൊരു വിഷയമായി ഇനി വീണ്ടും വരാം. അവസിയത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.